ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പൻ്റെയും ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് 43-ാമത്തെ ദശകത്തിലേക്ക് കടക്കാം. 43-ാമത്തെ ദശം തൃണാവർത്തവധമാണ്. അതായത് ഭഗവാന്റെ ബാലലീലകളിൽ ഒട്ടനവധി അസുരന്മാരെ നിഗ്രഹിക്കുകയുണ്ടായി. അങ്ങനെ ഒരു പരമ്പര തന്നെയാണ് പൂതനയിൽ നിന്ന് തുടങ്ങി ശകടാസുരനിലൂടെ ഇന്ന് നമ്മൾ തൃണാവർത്തവധത്തിലേക്ക് വരികയാണ്. ഈ ദശകത്തിൻ്റെ ട്യൂൺ ഏവമാണ്. ഇതിൻ്റെ വൃത്തം വസന്തതിലകമാണ്. നമുക്ക് ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ത്വാമേകതാ ഗുരുമരുത്പുരനാഥവോഢും ഗാഠാധിരൂഢഗരിമാണമപാരയന്തി മാതാ നിധായ ശയനേ കിമിദം ബതേതി ധ്യായന്ത്യചേഷ്ടതഗൃഹേഷു നിവിഷ്ടശങ്കാ. ത്വാമേകദാ, ത്വാം ഏകദാ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ത്വാമേകദ. ത്വാം അല്ലയോ ഭഗവാനെ, അങ്ങയെ, ഏകദ ഒരു ദിവസം, ഗുരുമരുത്പുരനാഥ അല്ലയോ ഗുരുവായൂരപ്പ ഒരു ദിവസം അങ്ങയെ, വോഠും എന്ന് പറഞ്ഞാൽ എടുക്കാനായിട്ട്, ഗാഠാധിരൂഢഗരിമാണമപാരയന്തി, ഗാഠാധിരൂഢഗരിമാണം അപാരയന്തി, ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ഗാഠാധിരൂഢഗരിമാണം, അത്ര നേരവും യശോദാമ്മയുടെ കൈകളിൽ എടുത്തുകൊണ്ടിരുന്നപ്പോൾ, എപ്പോഴും നമുക്കറിയാം യശോദാമ്മയായാലും മറ്റു ഗോപസ്ത്രീകളായാലും ഗോപന്മാരായാലും മുതിർന്ന ഗോപബാലന്മാരായിരുന്നാലും സദാസമയവും ഈ ഉണ്ണിയെ എടുത്തുകൊണ്ട് നടപ്പാണ്. അവർക്ക് താഴെ വെക്കാനേ തോന്നില്ല ഈ ഉണ്ണിയെ. നമ്മൾ മുൻപൊരു ദശകത്തിൽ കണ്ടിരുന്നു, ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പോകുന്ന ഒരു കരിവണ്ടിനെ പോലെ പാറിപ്പറന്ന് നടന്നിരുന്ന ഈ ഉണ്ണി ഒരു ദിവസം യശോദാമ്മ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്തോ ഉണ്ണിക്ക് പെട്ടെന്ന് ഗരിമാണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭാരം കൂടിയതായിട്ട്, ഗാഠ അതിരൂഢം എന്നാണ് പറഞ്ഞത്. അതായത് എന്താണ് കാരണമെന്നറിയാതെ പെട്ടെന്ന് വല്ലാതെ അങ്ങോട്ട് ഭാരം കൂടുതലായി തോന്നിയത് കൊണ്ട് അപാരയന്തി എന്ന് പറഞ്ഞാൽ എടുക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല, കൈക്ക് അങ്ങോട്ട് പറ്റാണ്ടേയാവുന്നു. നല്ല വേദന പോലെയോ ഭയങ്കര ഭാരക്കൂടുതൽ പോലെയോ മറ്റോ തോന്നുന്നു ഉണ്ണിയെ എടുക്കുമ്പോൾ. ഇതെന്താ ഇപ്പോൾ പറ്റിയതെന്ന് യശോദാമ്മയ്ക്ക് അറിയില്ല. തൻ്റെ കൈയുടെ പ്രശ്നമാണോ, അല്ല ഉണ്ണിക്ക് ശരിക്കും ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് വെയിറ്റ് കൂടിയോ, ഭാരം കൂടിയിരിക്കുന്നു ഉണ്ണിക്ക്? യശോദാമ്മയ്ക്കൊരു സന്ദേഹമായി. എന്നാലും മാതാ നിധായ ശയനെ, മാതാ ആ അമ്മയായിട്ടുള്ള യശോദാമ്മ, നിധായ ശയനെ ആ മെത്തയിൽ, ശയനം എന്ന് പറഞ്ഞാൽ തൽപ്പം, ഉണ്ണിയെ കിടത്തുന്ന ആ മെത്തയിൽ നിധായ കിടത്തിയിട്ട്, കിമിതം ബതേതി, കിം ഇതം ബത, ഇതിപ്പോൾ എന്താ പറ്റിയത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഈ ഉണ്ണിക്ക് എങ്ങനെ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഭാരം കൂടിയത്? ഉണ്ണി എന്താ എനിക്ക് എടുക്കാൻ പറ്റാത്ത? എൻ്റെ കൈക്ക് ഇതെന്താ പറ്റിയത്? തുടങ്ങി പല ചിന്തകളാൽ എന്താ സംഭവിച്ചത് എന്ന്, കിം ഇതം ബത ഇതി, ഇതി ഇപ്രകാരം, ധ്യായന്ത്യചേഷ്ടത, ധ്യായന്തി എന്ന് പറഞ്ഞാൽ ധ്യാനിച്ചു അല്ലെങ്കിൽ ചിന്തിച്ചു, അചേഷ്ടത
ഇങ്ങനെ ഭഗവാനെ നന്നായി ചിന്തിച്ചുകൊണ്ട് തൻ്റെ ഓരോരോ ഗൃഹേഷു എന്ന് പറഞ്ഞാൽ ഗൃഹസംബന്ധമായ ജോലികളിൽ അങ്ങനെ വ്യാപൃതയായി അതേ ചെയ്തുകൊണ്ടാണ് ഈ സംശയങ്ങളൊക്കെ ഉള്ളിലൂടെ വരുന്നത്. ഉണ്ണിയെ താഴെ കിടത്തി ഉണ്ണിയെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഉണ്ണിക്ക് എന്തോ ഭാരം കൂടുന്നത് പോലെ തൻ്റെ കൈകൊണ്ട് എടുക്കാനാവുന്നില്ല. ശരി, ഉണ്ണിയെ താഴെ ആ തൽപ്പത്തിൽ ഉണ്ണിയുടെ തൽപ്പത്തിൽ കിടത്തിയിട്ട് യശോദാമ്മ തൻ്റെ വീട്ടുജോലികളിലൊക്കെ അങ്ങനെ മുഴുകി. ആ മുഴുകുമ്പോഴും ഈ ഒരു സംശയം യശോദാമ്മയുടെ ഉള്ളിൽ അങ്ങനെ തളിർത്ത് തന്നെ നിന്നു. നിവിഷ്ട ശങ്ക, ഈ വിചാരം എന്താണ് സംഭവിക്കുന്നത് എന്ന ഒരു ചിന്ത. ഈ ഉണ്ണിയെ താൻ ഇന്ന് ആദ്യമായിട്ടല്ല എടുക്കുന്നത്. ഉണ്ണി പിറന്ന നാൾ മുതൽ സദാ ഉണ്ണിയെ എടുത്തുകൊണ്ട് നടക്കുന്ന ആളാണ് താന്. ഇന്നിപ്പോൾ പെട്ടെന്നിങ്ങനെ ഉണ്ണിക്ക് ഭാരം കൂടുവാൻ കാരണം എന്താണ്? ഉണ്ണിക്ക് ഇനി എന്തെങ്കിലും അസുഖം വരുന്നതാവുമോ? ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ആശങ്കകൾ യശോദാമ്മയെ വിടാതെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. യശോദാമ്മയ്ക്ക് എന്ത് ചെയ്യാനൊക്കും? നമ്മളെയൊക്കെ പോലെ തന്നെ എല്ലാ മാർഗവും അടയുമ്പോൾ ഒരൊറ്റ മാർഗം മാത്രം തുറന്നു കിടക്കും. എന്താ? ഭഗവാൻ. ആ ഭഗവാനെ നന്നായി മനസ്സിൽ ധ്യാനിച്ചു. എന്താ ഭഗവാനെ ഇപ്പോൾ എൻ്റെ ഉണ്ണിക്ക് ഇപ്പോൾ ഇങ്ങനെ വരാന്? ഒരാപത്തും ഉണ്ടാകരുതേ. 2 എണ്ണം കഴിഞ്ഞു. ഇത്ര കാലത്തിന് വളരെ ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ. പൂതനയായി, ശകടാസുരനായി. ഇനിയും വയ്യ എൻ്റെ ഭഗവാനെ, എൻ്റെ ഉണ്ണിക്കൊരാപത്തും ഉണ്ടാകരുതേ. ഇങ്ങനെയുള്ള ആ ഒരു ധ്യാനത്തിൽ, ഭഗവാനോടുള്ള അപേക്ഷാ വിചാരത്തിൽ യശോദാമ്മ മുഴുകി. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത്വാമേകദാ ഗുരുമരുത്പുരനാഥവോഢും ഗാഠാധിരൂഢഗരിമാണമപാരയന്തി മാതാനിധായ ശയനേ കിമിദംബതേതി ധ്യായന്ത്യചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്കാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ത്വാമേകദ, ത്വാം ഏകദ ആണ്. അതുകൊണ്ട് തന്നെ മായുടെ ഏകാരം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ പാദം ചേർത്ത് തന്നെ വായിക്കുക മുഴുവനും. ഗാഠാധിരൂഢഗരിമാണമപാരയന്തി. അവിടെ ഗരിമാണം അപാരയന്തിയാണ്. അതുകൊണ്ട് തന്നെ മായുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ അപാരയന്തി ഇകാരം നീട്ടിയെടുക്കണം. പിന്നെ കിമിദംബതേതി അവിടെയും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ധ്യായന്ത്യചേഷ്ടത, ധ്യായന്തി അചേഷ്ടത ആണ്. പദം പിരിക്കണ്ട. ധ്യായന്ത്യചേഷ്ടത, ഇന്ത്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിച്ചാൽ മതിയാകും. ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ്. താവദ്വിദൂരമുപകർണിതഘോരഘോഷവ്യാജൃംഭി പാംസു പടലീ പരിപൂരിതാശ വാത്യാവപുസ്സ കില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. ഈ ഒരു ശ്ലോകത്തിൽ കുറച്ചധികം സമസ്ത പദങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. താവദ്വിദൂരമുപകർണിത ഘോരഘോഷ വ്യാജൃംഭി പാംസു പടലീ പരിപൂരിതാശ. വലിയ വാക്കാണ്. നമുക്ക് നോക്കാം. താവത് വിദൂരം, ചെറിയ ചെറിയ വാക്കുകളായി നോക്കാം. താവത് അപ്പോൾ, വിദൂരം വളരെ ദൂരത്തായിട്ട്, ഉപകർണിത കേട്ട, ഘോര ഘോഷ വ്യാജൃംഭി പാംസു പടലീ പരിപൂരിതാശ. ഘോര എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമായിട്ടുള്ള ശബ്ദങ്ങളും വ്യാജൃംഭി
പാംസു. പാംസു എന്നാൽ പൊടി. വ്യാജൃംഭി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ളതായിട്ടുള്ള പൊടി. പാംസു പടലി, പൊട്ടി പടലങ്ങളാൽ പരിപൂരിതാശ. പരിപൂരിത എന്ന് പറഞ്ഞാൽ അങ്ങനെ നിറഞ്ഞു. 4 ദിക്കുകളും വളരെ പെട്ടെന്ന് തന്നെ വളരെ ഭയാനകമായിട്ടുള്ള ഒരു ശബ്ദത്തോടു കൂടി ഭയങ്കരമായി ഉയർന്നു വന്ന പൊടിപടലങ്ങളാൽ 4 ദിക്കുകളും അങ്ങനെ നിറഞ്ഞു. അതായത് ഒന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ ആ കാറ്റിൻ്റെ ഇരമ്പൽ എങ്ങനെയായിരുന്നു? ഘോരമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു, ഭയപ്പെടുത്തുന്നതായിരുന്നു. അപ്പോൾ അടുത്ത എന്തോ ഒരു ആപത്തിൻ്റെ മുന്നോടിയാണോ എന്ന് തോന്നും വിധത്തിൽ വളരെ ഭയാനകമായ ശബ്ദത്തോടു കൂടി ഇരച്ചു വന്ന ഒരു കൊടുങ്കാറ്റിൻ്റെ ഹുങ്കാര ശബ്ദത്തിൽ യശോദാമ്മയ്ക്ക് തൻ്റെ ചുറ്റിനും ഒന്നും കാണാൻ വയ്യാതെയായി. എന്താ? അങ്ങനെ ആ കാറ്റിനോടൊപ്പം ഉയർന്നു പൊങ്ങി 4 ദിക്കുകളും പൊടിപടലങ്ങൾ കൊണ്ട്, കനത്ത പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞു. വാത്യാവപുസക്കില. വാത്യാവപുഹു. വാത്യ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റിൻ്റെ വപുഹു രൂപത്തിൽ ജഹാര എന്ന് പറഞ്ഞാൽ അപഹരിച്ചു, അപഹരിച്ചു കൊണ്ടുപോയി. ആര്? ദൈത്യവര. ദൈത്യൻ, അസുരൻ. ദൈത്യവര, അസുരൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള തൃണാവർത്താഖ്യോ. തൃണാവർത്ത ആഖ്യ, തൃണാവർത്തൻ എന്ന് പറയപ്പെടുന്ന എന്ന പേരുള്ളതായിട്ടുള്ള ഒരു അസുരൻ കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ വന്ന് അപഹരിച്ചുവല്ലോ. ജഹാര, അപഹരിച്ചുവല്ലോ. ജനമാനസഹാരിണം ത്വാം. ത്വാം, അങ്ങാകട്ടെ ജനമാനസഹാരിണം, ജനങ്ങളുടെ മനസ്സിനെ മുഴുവൻ അപഹരിക്കുന്നതായിട്ടുള്ള അവിടുത്തെ ആ തൃണാവർത്തൻ എന്ന അസുരൻ വന്ന് അപഹരിച്ചു കൊണ്ടുപോയിയല്ലോ ഭഗവാനെ. ഇതാണ് ഭഗവാന്റെ ലീല. സ്വയം ഭാരം കൂടുതലായി തോന്നിപ്പിച്ചുകൊണ്ട് ആ അമ്മയെ കൊണ്ട് തനിക്ക് എടുക്കുവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കി ഉണ്ണിയെ താഴെ കിടത്തിയിട്ട് പോകുവാൻ ഇടവരുത്തിയതും ഭഗവാന്റെ ലീല. എന്താ? അമ്മയുടെ കൈകളിൽ ഇരിക്കുമ്പോഴാണ് തന്നെ അപഹരിക്കുന്നതെങ്കിൽ എല്ലാം അറിയുന്ന ഭഗവാൻ അറിയാം, എന്താ വരുന്നുണ്ട്, അടുത്ത ആൾ തന്നെ തേടി. അപ്പോൾ വരുന്ന രൂപവും ലക്ഷ്യവും ആ കംപ്ലീറ്റ് പ്രോജക്റ്റിൻ്റെ, ആ പ്ലാനിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ വിശദമായിട്ടുള്ള ഒരു ചിത്രം ഭഗവാന് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഭഗവാന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അറിയാം എന്താ ഇപ്പോൾ വരുന്നത് എന്നെ അപഹരിച്ചു കൊണ്ടുപോകുവാനും എന്നെ നിഗ്രഹിക്കുവാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ അമ്മയുടെ കൈകളിൽ നിന്നും എന്നെ അപഹരിച്ചു കൊണ്ടുപോയാൽ അത് അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമാവും. അതുകൊണ്ട് അമ്മ എന്നെ ഇവിടെ ഒന്ന് കിടത്തിയിട്ട് പോകട്ടെ. ആ കിടത്തണമെങ്കിൽ എൻ്റെ ഭാരം നന്നായി അങ്ങ് കൂട്ടാമെന്ന് കരുതി ഭഗവാൻ അമ്മയെ കൊണ്ട് അവിടെ തന്നെ കിടത്തിയിട്ട് അമ്മയെ ഉള്ളിൽ അടുക്കള ജോലികൾ വ്യാപൃതയാക്കിയതിന് ശേഷം ആണ് ആ തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ വരുന്നത്. എങ്ങനെ? കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ നല്ല ഹുങ്കാര ശബ്ദത്തോടു കൂടിയിട്ടാണ് വരുന്നത്. ആരെയും ആ ഗ്രാമത്തെ ഒന്നാകെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ, ഗ്രാമത്തെ ഇപ്പോൾ വിഴുങ്ങുമാറ എന്ന് തോന്നുന്ന വിധത്തിൽ കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ വന്ന തൃണാവർത്തൻ എന്ന അസുരൻ ആ ഗോകുലവാസികളുടെ മുഴുവനും മനസ്സിനെ കവർന്ന കൃഷ്ണൻ എന്ന ഉണ്ണിയെ വന്ന് ഹരിച്ചു കൊണ്ടുപോയല്ലോ, അപഹരിച്ചുവല്ലോ. മറ്റുള്ളവരെയൊക്കെ അപഹരിക്കുന്നവനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ അപഹരിക്കുവാൻ മൂഢനായ ഒരു അസുരൻ ഇറങ്ങിപ്പുറപ്പെട്ടു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താവദ്വിദൂരമുപകർണിത ഘോരഘോഷ വ്യാജൃംഭി പാംസു പടലീ പരിപൂരിതാശ
വാത്യാവപുസ്സ കില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യത്തെ 2 വരി ചേർത്ത് വായിക്കേണ്ടതാണ്. അത് സമസ്തപദമാണത്. താവദ്വിദൂരമുപകർണിത ഘോരഘോഷ. ഇനി അത് മുഴുവൻ ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് പിരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ ഘോഷ എന്ന് പറയുന്നിടത്തൊന്ന് പോസ് കൊടുത്തിട്ട് വ്യാജൃംഭി പാംസു പടലീ പരിപൂരിതാശ എന്ന് താഴെ വായിക്കുക. അവിടെയും താവദ്വിദൂരമുപകർണിത എന്ന് പറയുന്നിടത്ത് താവദ്വിദൂരം ഉപകർണിത, അവിടെ മായുടെ ഉകാരം ശ്രദ്ധിക്കുക. നോക്കൂ, വളരെ ദൂരെ നിന്നേ ഇരച്ചു വരുന്ന ആ കൊടുങ്കാറ്റ്, അതായത് വളരെ ദൂരെ നിന്ന് വരുമ്പോഴേ ഗ്രാമത്തെ ഒന്ന് അറിയിച്ചു തൻ്റെ ആ ഘോരമായിട്ടുള്ള ശബ്ദം കൊണ്ട്. പക്ഷേ ഗ്രാമവാസികൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ എന്താണ് ഈ ശബ്ദമെന്ന് തിരിച്ചറിയും മുൻപ് തന്നെ ആ അസുരൻ ഉണ്ണിയെ അപഹരിച്ചു കൊണ്ടുപോയിരുന്നു. തന്നെയല്ല, ചുറ്റിനുമുള്ളവർക്കൊന്നും കാണുവാനും അറിയുവാനും കഴിയും മുൻപേ ആ കാറ്റിൻ്റെ വേഗത കൊണ്ട്, ആ ഭയാനകമായ കാറ്റിൻ്റെ വരവിൽ ഉണ്ണിയെ അപഹരിക്കുന്നതിന് മുൻപായിട്ട് അതിനൊരു മറയെന്നോണം പൊടിപടലങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന നല്ല ഒരു പൊക്കത്തിൽ വരെ, നല്ല ഉയരത്തിൽ വരേക്കും ആ പൊടിപടലങ്ങൾ കൊണ്ട് അന്തരീക്ഷമാകെ നിറച്ചു വെച്ചു. തൻ്റെ ചുറ്റിനുമുള്ളതൊന്നും ഇപ്പോൾ ആർക്കും കാണാൻ വയ്യാത്ത ഒരു അവസ്ഥയാക്കിയിട്ട് ആ ഉണ്ണിയെ യശോദാമ്മ കിടത്തിയ തൽപ്പത്തിൽ നിന്നും അപഹരിച്ചു കൊണ്ടുപോയിയല്ലോ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താവദ്വിദൂരമുപകർണിത ഘോരഘോഷ വ്യാജൃംഭി പാംസു പടലീ പരിപൂരിതാശ വാത്യാവപുസ്സ കില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. നമ്മൾ 3-ാമത്തെ പാദത്തിൽ വരുമ്പോൾ ആദ്യത്തെ 2 പാദങ്ങളുടെ കാര്യം പറഞ്ഞു ചേർത്ത് വായിക്കണമെന്ന്. 3-ാമത്തെ പാദത്തിൽ വരുമ്പോൾ ദൈത്യവരസ്തൃണാവർത്താഖ്യോ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. തൃണാവർത്തൻ എന്നത് അസുരൻ്റെ പേരാണ്. അത് മുറിച്ചു വായിക്കാതെ ചേർത്ത് തന്നെ വായിക്കുക. ഇനി അടുത്തത് 3-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.